കീറ്റോ ഡയറ്റ് ചെയ്തു, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്തു, പല തരത്തിലുള്ള എക്സസൈസും ചെയ്തു, ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് പോലും വെയിറ്റ് കുറയുന്നില്ല. എന്നാൽ പിന്നെ ഇനി ലൈപ്പോസക്ഷനിലേക്ക് പോയാലോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ ലൈപ്പോസക്ഷനെ കുറിച്ചാണ്. നമ്മളുടെ ബോഡിയിൽ നിന്നും കൊഴുപ്പിനെ സക്ഷൻ വഴി വലിച്ചെടുക്കുന്ന പ്രൊസീജിയറിനെയാണ് ലൈപ്പോസക്ഷൻ എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? തടി കുറയ്ക്കുന്ന ഒരു സർജറിയാണോ അതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനാണോ ഇത് ചെയ്യുന്നത്? ആർക്കൊക്കെയാണ് ലൈപ്പോസക്ഷൻ ചെയ്യാൻ പറ്റുന്നത്? ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. ലൈപ്പോസക്ഷൻ വേൾഡിൽ തന്നെ ഏറ്റവും പോപ്പുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. ഇത് നമുക്കൊരു OP എന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് അനസ്തീഷ്യ വേണം. ഇനി അധികം ആൾക്കാരും മനസ്സിലാക്കിയതുപോലെ ഇത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർജറി അല്ല, നേരെ മറിച്ച് എസ്തെറ്റിക് അപ്പിയറൻസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ശരീര ഭംഗിക്ക് വേണ്ടി. ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ചിലപ്പോൾ കൊഴുപ്പ് കൂടി നിന്നിട്ട് ബോഡി ഷേപ്പിൽ മാറ്റങ്ങളുണ്ടാകും. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈപ്പോസക്ഷൻ എന്ന് പറഞ്ഞ സർജറി ചെയ്യുന്നത്. സ്കിന്നിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറിനെയാണ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഫാറ്റ് അടങ്ങി കൂടി നിൽക്കുന്നത്. ഈ അടങ്ങി നിൽക്കുന്ന ഫാറ്റിനെ ഒരു കാനുല വഴി വാക്വം സക്ഷൻ ചെയ്ത് പുറത്തേക്ക് എടുക്കുന്ന പ്രൊസീജിയറാണ് ലൈപ്പോസക്ഷൻ. ലൈപ്പോസക്ഷൻ 1980s തുടങ്ങിയതാണ്. അതിനുശേഷം പലതരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ലൈപ്പോസക്ഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയറിലും വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്യുന്നത് വെയിറ്റ് കുറയ്ക്കാനല്ല, ബോഡീൻ്റെ എസ്തെറ്റിക് അപ്പിയറൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈപ്പോസക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കിന്നിൻ്റെ അനാറ്റമി ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. സ്കിന്നിൻ്റെ തൊട്ട് താഴത്തെ ലെയറിൽ ഫാറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 2 ലെയറിലായിട്ടാണ്. സ്കിന്നിനോട് അടുത്തിട്ടുള്ള, അതായത് ഏറ്റവും മുകളിലേക്ക് നിൽക്കുന്ന ലെയറിനെ സൂപ്പർഫിഷ്യൽ ഫാറ്റ് എന്ന് പറയും. അതിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ഡീപ്പ് ലെയർ ഓഫ് ഫാറ്റ് വരുന്നത്. ലൈപ്പോസക്ഷനിൽ എടുത്ത് കളയുന്നത് സൂപ്പർഫിഷ്യൽ ലെയർ ഓഫ് ഫാറ്റ് ആണ്. ഈ സൂപ്പർഫിഷ്യൽ ലെയറിനെയും ഡീപ്പ് ലെയറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കവറിങ് ഉണ്ടാവും. അതിനെ ഫേഷ്യ എന്നാണ് പറയാറ്. നമ്മളുടെ ബോഡിയിൽ പല ഭാഗത്ത്, വയറിലും തൈസിലും ഓരോ സ്ഥലത്തും ഈ സെപ്പറേറ്റ് ചെയ്യുന്ന ഫേഷ്യക്ക് വേറെ വേറെ പേരുണ്ട്. ഈ സൂപ്പർഫിഷ്യൽ ലെയർ തന്നെ ഇത്രയും ഉണ്ടെന്ന് വിചാരിക്കാം. മുകളിലെ സ്കിന്നും ഈ ഭാഗം ഫേഷ്യ ആണെങ്കിൽ ഈ ഇത്രയും കിടക്കുന്ന സൂപ്പർഫിഷ്യൽ ഫാറ്റിൽ നിന്നാണ് നമ്മൾ ലൈപ്പോസക്ഷൻ വഴി ഫാറ്റിനെ പുറത്തേക്ക് എടുക്കുന്നത്. പക്ഷേ ഈ കിടക്കുന്ന സൂപ്പർഫിഷ്യൽ ലെയറിലും ഫാറ്റിൽ വ്യത്യാസമുണ്ട്. ഈ സൂപ്പർഫിഷ്യൽ ലെയറിന് തന്നെ മുകൾ ഭാഗത്തുള്ളത് ഫൈബ്രസ് ഫാറ്റ് ആയിരിക്കും. അതായത് അവിടെയുള്ള ഫാറ്റിൻ്റെ കോശങ്ങൾ തമ്മിൽ ഫൈബ്രസ് ടിഷ്യൂ ഉണ്ടാവും. അപ്പോൾ കുറച്ച് കട്ടിയിലായിരിക്കും നിൽക്കുന്നത്. ഫൈബ്രസ് ലെയറിൻ്റെ താഴത്തെ ഭാഗത്താണ് ഏരിയോളർ ഫാറ്റ് വരുന്നത്. ഇത് കുറച്ചും കൂടി ലൂസ്ലി ഡിസ്പേഴ്സ്ഡ് ആയിരിക്കും. ഈ ഫാറ്റിനെയാണ് നമ്മൾ ലൈപ്പോസക്ഷൻ വഴി ടാർഗറ്റ് ചെയ്യുന്നതും പുറത്തേക്ക് കളയുന്നതും. ലൈപ്പോസക്ഷൻ സ്കിൽഡ് ആയിട്ടുള്ള സർജൻസ് ആണ് ചെയ്യുന്നത്. കറക്റ്റ് ഈ ഏരിയോളർ ലെയർ തന്നെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മുകളിലേക്കായി പോയാൽ സ്കിന്നിൽ ഡിംപ്ലിങ്ങും പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും ലൈപ്പോസക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി കുറച്ചും കൂടി ഡീപ്പായി പോയി കഴിഞ്ഞാലും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇനി നമ്മളുടെ ബോഡിയിൽ തന്നെ ലൈപ്പോസക്ഷൻ എല്ലാ ഭാഗത്തും ചെയ്യാൻ പറ്റില്ല. ഫാറ്റ് എവിടെയാണോ കൂടി നിൽക്കുന്നത് അവിടെ നിന്നാണ് അധികം ലൈപ്പോസക്ഷൻ ചെയ്യാറ്. ഉദാഹരണത്തിന് ബക്കൽ ഫാറ്റ്, മുഖത്തുള്ള ഫാറ്റ് എടുക്കാം. താടിയിൽ തൂങ്ങി നിൽക്കുന്ന ഫാറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റാം. ഗൈനക്കോമാസ്റ്റിയ, പുരുഷന്മാർക്ക് ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് വളരെ കൂടുതലാണെങ്കിൽ അവിടുന്ന് കളയാം. ഏറ്റവും കൂടുതലായിട്ടും ചെയ്തു വരുന്നത് ട്രങ്കിൽ നിന്നാണ്, അതായത് വയറുഭാഗത്തുള്ള ഫാറ്റ് കളയാൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇതെല്ലാം കോസ്മെറ്റിക് റീസൺസിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഓർക്കണം. നമ്മളുടെ എല്ലാവരുടെയും ബോഡിയിൽ ചില ഭാഗങ്ങളിൽ ഒരു ഡിംപിൾ പോലെ, ഒരു കുഴി പോലെയൊക്കെ കാണാം. ബാക്ക് സൈഡിലുണ്ട്, ഗ്ലൂട്ടിയസിൻ്റെ അവിടെ ഉണ്ടാവും, ബട്ടക്സിൻ്റെ അവിടെ ഉണ്ടാവും. ഈ ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫേഷ്യ. ആ ഫേഷ്യ മസിലായിട്ട് അറ്റാച്ച് ആവുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാഗങ്ങളിലൊന്നും ലൈപ്പോസക്ഷൻ ചെയ്യാറില്ല. കാരണം ഇങ്ങനത്തെ ഭാഗത്ത് ലൈപ്പോസക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എന്ത് റിസൾട്ടിന് വേണ്ടിയിട്ടാണോ ലൈപ്പോസക്ഷൻ ചെയ്തത് അത് ആ ഭാഗത്ത് ചിലപ്പം കൃത്യമായി കിട്ടിയെന്ന് വരില്ല. ഇനി ആർക്കൊക്കെയാണ് ലൈപ്പോസക്ഷൻ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, എസ്തെറ്റിക് അപ്പിയറൻസിനും കോസ്മെറ്റിക് സർജറി എന്നുള്ള രൂപത്തിലാണ് ലൈപ്പോസക്ഷൻ ചെയ്യുന്നത്. പക്ഷേ ഈ ഫാറ്റ് എടുത്ത് കളയുന്നതിനനുസരിച്ച് വെയിറ്റും കുറയുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഒരാൾക്ക് ലൈപ്പോസക്ഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് സർജനായിരിക്കും. കാരണം പലതരത്തിലുള്ള കാര്യങ്ങൾ നോക്കാറുണ്ട്. പേഷ്യൻ്റെ ഹിസ്റ്ററി എടുക്കണം, അവരുടെ വെയിറ്റിൻ്റെ ഹിസ്റ്ററി, ഏത് ഭാഗത്തു നിന്നാണോ ലൈപ്പോസക്ഷൻ ചെയ്യാൻ പോകുന്നത് ആ ഭാഗത്ത് ബോഡിയിൽ ഷേപ്പിൽ ചേഞ്ചസ് ഉണ്ടെന്നുള്ള കാര്യം സർജനും കൂടി ബോധ്യപ്പെടണം. ബോഡി മാസ് ഇൻഡെക്സ് എന്താണെന്നുള്ളത് അധികം ആൾക്കാർക്ക് ഇപ്പോൾ അറിയാം. ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള പല വീഡിയോസിലും ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ബോഡി മാസ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. നോർമൽ BMI എന്ന് പറയുന്നത് 18ൻ്റെയും 24.9ൻ്റെയും ഇടയിലാണ്. 25 മുതൽ 29.9 വരെ ഓവർ വെയ്റ്റും 13 മുകളിലേക്കുള്ളതിനെയാണ് ഒബീസിറ്റി എന്ന് പറയുന്നത്. ഒരാൾക്ക് ലൈപ്പോസക്ഷൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അവരുടെ BMI ഇവർക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള BMIൻ്റെ 30% റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കണം. വല്ലാതെ ഒബീസിറ്റിയിലേക്കൊക്കെ പോയിട്ടുള്ളവർക്ക് ലൈപ്പോസക്ഷൻ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ലൈപ്പോസക്ഷൻ ചെയ്യുന്നതിൻ്റെ 6 മുതൽ 12 മാസം വരെ
ഇവരുടെ ബോഡി വെയിറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിലനിൽക്കണം. എന്നാലേ ലൈപ്പോസെക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. ഇനി ആർക്കൊക്കെയാണ് ലൈപ്പോസെക്ഷൻ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് പറയാം. സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവർക്കും പുകവലിക്കുന്നവർക്കും ലൈപ്പോസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. അതുകൊണ്ട് ലൈപ്പോസെക്ഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 ആഴ്ചയെങ്കിലും സ്മോക്കിംഗ് നിർത്തേണ്ടതാണ്. ലൈപ്പോസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആണ്. അതായത് രക്തക്കുഴലിൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ചും വെയിനിൻ്റെ അകത്ത് ഫാറ്റ് കയറിപ്പോവാം. ആ ഫാറ്റ് രക്തക്കുഴൽ വഴി പല ഭാഗത്തേക്കും പോവാം. അത് ലങ്സിലെത്താം, ബ്ലോക്ക് ഉണ്ടാക്കാം, പൾമണറി എംബോളിസം ഉണ്ടാവാം. ഇതൊരു എമർജൻസി കണ്ടീഷനാണ്. പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പം മരണം പോലും സംഭവിക്കാം. ലൈപ്പോസെക്ഷൻ മാത്രമല്ല, ഏത് തരത്തിലുള്ള സർജറി ചെയ്ത് കഴിഞ്ഞാലും ഡീപ്പ് വെയിൻ ത്രോംബോസിസും പൾമണറി എംബോളിസം ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അത്തരത്തിലുള്ള റിസ്ക് ലൈപ്പോസെക്ഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ പലതരത്തിലുള്ള പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു കണ്ടീഷൻ്റെ പേര് ബോഡി ഡിസ്മോർഫിക് ഡിസോർഡർ എന്നാണ്. അതായത് ഒരാൾക്ക് അവരുടെ തന്നെ ബോഡീനെ കുറിച്ച് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ട്. പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് എത്ര നോർമൽ ആണെങ്കിലും അവർക്ക് നോർമൽ അല്ല എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനാണ് BDD എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ളവർക്കും അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഉള്ളവർക്കും ലൈപ്പോസെക്ഷൻ ചെയ്യുന്നതിൻ്റെ മുമ്പേ സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ കണ്ട് കൗൺസിലിംഗ് ചെയ്യേണ്ടതാണ്. ഇനി എങ്ങനെയാണ് ലൈപ്പോസെക്ഷൻ ചെയ്യുന്നതെന്ന് പറയാം. ലൈപ്പോസെക്ഷൻ ചെയ്യുന്നത് കാനുല എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾ കയ്യിൽ ഡ്രിപ്പൊക്കെ കയറ്റിയിട്ടുണ്ടെങ്കിൽ കയ്യിൽ വെക്കുന്ന ആ ഒരു സൂചി, അതിനെയും കാനുല തന്നെയാണ് പറയുന്നത്. പക്ഷേ ലൈപ്പോസെക്ഷനിൽ ഉപയോഗിക്കുന്ന കാനുല വ്യത്യാസമുണ്ട്. ലൈപ്പോസെക്ഷൻ തുടങ്ങിയ സമയത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഷാർപ്പായിട്ടുള്ള കാനുലയായിരുന്നു. അതിൻ്റെ അറ്റത്ത് ഹോളുകൾ ഉണ്ടാവും. ഈ ഹോള് വഴിയാണ് ഫാറ്റിനെ സക്ഷൻ വഴി വലിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഷാർപ്പായിട്ടുള്ളതല്ല, ബ്ലണ്ട് ആയിട്ടുള്ളത്, അതായത് അറ്റം മൂർച്ചയില്ലാത്ത തരത്തിലുള്ള കാനുലയാണ്. ലൈപ്പോസെക്ഷൻ ചെയ്യുന്ന സമയത്ത് ചുറ്റുവട്ടത്തുള്ള ഓർഗൻസിനൊന്നും പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലണ്ട് ആയിട്ടുള്ള കാനുല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ കാനുലയിൽ തന്നെ പുതിയ തരത്തിലുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ലൈപ്പോസെക്ഷൻ ചെയ്യുന്ന സർജൻ്റെ എഫേർട്ട് കുറയ്ക്കാൻ ഇപ്പോൾ ഉപയോഗിക്കുന്ന കാനുലയിലൊക്കെ ചെറിയ പവർ മോട്ടർ വരുന്നുണ്ട്. ഈ മോട്ടർ തിരിയുന്നതിനനുസരിച്ച് കാനുല ചെറിയ രീതിയിൽ ഓസിലേറ്റ് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ കൂടുതൽ ഫാറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതാണ്. അൾട്രാസൗണ്ട് ഉപയോഗിക്കുന്ന കാനുലാസ് ഉണ്ട്, ലേസർ ഉപയോഗിക്കുന്ന കാനുലാസ് ഉണ്ട്. ഇതിനനുസരിച്ച് അൾട്രാസൗണ്ട് ലൈപ്പോസെക്ഷൻ എന്നും ലേസർ ലൈപ്പോസെക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഏത് ശരീരഭാഗത്തു നിന്നാണ് ഫാറ്റ് അബ്സോർബ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടും അൾട്രാസൗണ്ട് വേണോ അതോ ലേസർ ഉപയോഗിക്കണോ എന്നൊക്കെ തീരുമാനിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഗൈനക്കോമാസ്റ്റി ഒക്കെ ആണെങ്കിൽ അൾട്രാസൗണ്ട് ലൈപ്പോസെക്ഷനാണ് കുറച്ചും കൂടി നല്ലത്. സബ്മെൻ്റൽ എന്ന് പറഞ്ഞാൽ ചിന്നിലുള്ള എക്സസ് ഫാറ്റ് കളയാനാണെങ്കിൽ ലേസർ ലൈപ്പോസെക്ഷൻ ഇഫക്റ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. ഇനി ഈ സക്ഷൻ ഡിവൈസ് പല തരത്തിലുണ്ട്. കുറച്ച് ഫാറ്റ് മാത്രം 20 cc ഫാറ്റ് മാത്രമേ കളയാനുള്ളെങ്കിൽ മാനുവൽ ആയിട്ടുള്ള സിറിഞ്ച് ഉപയോഗിച്ചിട്ടുള്ള സെക്ഷൻ മതിയോ? കൂടുതൽ ഫാറ്റ് കളയാനുണ്ടെങ്കിൽ പവർ ഉപയോഗിച്ചിട്ടുള്ള സെക്ഷൻ ഡിവൈസസ് ഉപയോഗിക്കാം. ലൈപ്പോസെക്ഷൻ ചെയ്യുന്നതിന് മുമ്പേ നമ്മളൊരു വെറ്റിംഗ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യും. വെറ്റിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലിഡോക്കെയിൻ പോലത്തെ ഒരു ലോക്കൽ അനസ്തെറ്റിക്കും അഡ്രിനാലിൻ എന്ന് പറഞ്ഞ മരുന്നിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. എത്ര വോളിയം ഫാറ്റിനെയാണോ അബ്സോർബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്ര തന്നെ എമൗണ്ട് വെറ്റിംഗ് സൊല്യൂഷൻ ആദ്യം ഇഞ്ചെക്ട് ചെയ്യണം. ഇതൊരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ്. ലിപ്പോസെക്ഷൻ ചെയ്യുന്ന സ്ഥലത്ത് ബ്ലീഡിങ് കുറയ്ക്കാനും അനസ്തീഷ്യക്ക് വേണ്ടിയിട്ടും പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് ഈ വെറ്റിംഗ് സൊല്യൂഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത്. ലൈപ്പോസെക്ഷൻ എന്ന് പറയുന്നത് ഒരു OP പ്രൊസീജിയർ അല്ല, തിയേറ്ററിൽ നിന്ന് ചെയ്യുന്ന പ്രൊസീജിയറാണ്. ഇതൊരു മൈനർ സർജറി ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അനസ്തെറ്റിസ്റ്റ് തീർച്ചയായിട്ടും വേണം. ലോക്കൽ അനസ്തീഷ്യയിലും ചെയ്യാം, ജനറൽ അനസ്തീഷ്യയിലും ചെയ്യാവുന്നതാണ്. ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നതെങ്കിൽ പ്രീ അനസ്തെറ്റിക് ചെക്കപ്പ് ഒക്കെ ചെയ്യേണ്ടി വരും. നിങ്ങൾക്കും ലൈപ്പോസെക്ഷൻ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം തീരുമാനിക്കാൻ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻസ് ചെയ്യാവുന്നതാണ്. ഡോഫോഡി എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമാണ്. ഡോഫോഡിയിൽ ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട്, അനസ്തെറ്റിസ്റ്റ് ഉണ്ട്, സർജന്മാരും ഉണ്ട്. ഓൺലൈനായി അഡ്വൈസ് എടുക്കാനേ സാധിക്കുകയുള്ളൂ. ലൈപ്പോസെക്ഷൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് നിങ്ങൾ പോകേണ്ടത്. ഡോഫോഡിൻ്റെ ലിങ്കും നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. ഇനി ലൈപ്പോസെക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും കൂടി പറയാം. ഇതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലൈപ്പോസെക്ഷൻ ഒരു സർജറിയാണ്. അപ്പോൾ സർജറി ചെയ്ത ഭാഗത്ത് പെയിനോ അല്ലെങ്കിൽ നംനെസ്സോ തരിപ്പ് പോലെയൊക്കെ അനുഭവപ്പെടാം. ചിലപ്പോൾ നീർക്കെട്ട് പോലെ ഉണ്ടാവാം, സ്വെല്ലിംഗ് ഉണ്ടാവാം. ലൈപ്പോസെക്ഷൻ ചെയ്ത ഭാഗത്ത് ചിലപ്പം സ്കിന്നിൽ ഡിംപ്ലിംഗ് ഉണ്ടാവാം. അവിടെയുള്ള ബോഡി ഷേപ്പ് വിചാരിച്ച ആ ഒരു റിസൾട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ടെമ്പററി ആയിട്ട് വെയിറ്റ് ഗെയിൻ ചില പേഷ്യൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളതും വളരെ റെയർ ആയിട്ടും ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ആണ്. ലൈപ്പോസെക്ഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫാറ്റിൻ്റെ മോളിക്യൂൾസ് ബ്ലഡ് വെസലിൻ്റെ അകത്ത് കയറിയിട്ട് ഉണ്ടാകുന്ന ബ്ലോക്കുകളാണ്. ഇത് ലങ്സിലുള്ള ബ്ലഡ് വെസൽസിനെ ആണെങ്കിൽ പൾമണറി എംബോളിസം എന്ന് പറയും. എമർജൻസി ട്രീറ്റ്മെൻറ്റ് ഉടനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് കാരണം ചിലപ്പം മരണം സംഭവിക്കാം. ലൈപ്പോസെക്ഷൻ കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് എത്ര പെട്ടെന്നാണോ നടക്കാൻ പറ്റുന്നത് നടക്കേണ്ടതാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡ് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ചില പേഷ്യൻസിന് ലിഡോക്കെയിൻ പോലെ നമ്മൾ ഉപയോഗിക്കുന്ന ലോക്കൽ അനസ്തെറ്റിക്സിൻ്റെ ടോക്സിസിറ്റി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാനും സ്കിൽഡ് ആയിട്ടുള്ള അനസ്തെറ്റിസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ.
ചുരുക്കി പറഞ്ഞാൽ ഒരു സർജറിയിൽ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും ലൈപ്പോസെക്ഷനിലും ഉണ്ടാവാം. അപ്പോൾ കൺസെൻ്റൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ ലൈപ്പോസെക്ഷൻ എന്ന് പറഞ്ഞ പ്രൊസീജിയറും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ലൈപ്പോസെക്ഷൻ്റെ ഏകദേശ കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡിയിൽ ഏത് ഭാഗത്താണോ ചെയ്യുന്നത് അതിനനുസരിച്ചിരിക്കും. 20,000 മുതൽ അതിൻ്റെ മുകളിലേക്ക് 1,00,000 വരെയൊക്കെ വേണമെങ്കിൽ പോവാം. ചിലപ്പോൾ അതിൻ്റെ മുകളിലേക്കും പോകും. ഇത് പ്രൈമറിലി വെയിറ്റ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കല്ല, പക്ഷേ ഫാറ്റ് കളയുന്നതിനനുസരിച്ച് ഫാറ്റിൻ്റെ വെയിറ്റ് കുറയും, ബോഡി വെയിറ്റും കുറയുന്നതാണ്. നിങ്ങൾക്കിനി ലൈപ്പോസെക്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊസീജിയറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ വെയിറ്റ് ലോസിനെ കുറിച്ച് പലതരത്തിലുള്ള വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.